നമസ്കാരം. കേരള നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ വേദി 6 ഏറ്റവും കുറച്ചാളുകൾ മറ്റു രീതിയിൽ വരുന്നൊരു വേദിയാണ്. അത് കവിതയുടെ കൂടി വേദിയാവുമ്പോൾ പ്രത്യേകിച്ച് ആകർഷണം ഒന്നുമില്ലാത്ത ഒന്നായതുകൊണ്ട് ആളുകൾ കൂടുതൽ കുറവാകും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കവിതകൾ എന്തുകൊണ്ട് ബെസ്റ്റ് സെല്ലറുകളാകുന്നില്ല എന്നുള്ള ഒരു സംവാദം നടന്നു. രാംമോഹൻ പാലിയത്തായിരുന്നു അതിൻ്റെ മോഡറേറ്റർ. പക്ഷേ കവിതയെ സംബന്ധിച്ച സംവാദങ്ങൾ, ഇന്നത്തെ മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റ്, വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് മാത്രം നീക്കി വയ്ക്കുന്ന മലയാള മനോരമ ജിജി എന്ന കവിതയുടെ ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലെ സ്വീകാര്യത, അല്ലെങ്കിൽ അത് സംബന്ധിച്ച പടർപ്പുകൾ, അതേക്കുറിച്ചാണ് വർത്തമാനം. അപ്പോൾ കവിത അതേ അർത്ഥത്തിൽ പല രീതിയിൽ വർത്തമാനങ്ങളായി വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഏകോപനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ അത്ര ജനകീയമായ ഒരു സാഹിത്യ രൂപമല്ല ഒരു കാലത്തും. പക്ഷെ അതിനപവാദമായ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ തൊട്ടു മുൻപുള്ള തലമുറയിൽ രമണൻ എന്നുള്ള കാവ്യത്തിൻ്റെയൊക്കെ കോപ്പികൾ ആളുകൾ എഴുതി, പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്ന മനുഷ്യർ അതിൻ്റെ ഒരു കോപ്പി, കയ്യെഴുത്ത് പ്രതി വായിച്ചതിന് ശേഷം പകർത്തി എഴുതി തങ്ങളോടൊപ്പം ഗൾഫ് നാടുകളിലേക്കും പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ശേഷം അങ്ങനെ അത്ര ജനകീയമായ രീതിയിൽ കവിത ഉണ്ടായിട്ടുണ്ടോ, പുസ്തക രൂപത്തിലൊക്കെ അങ്ങനെ വിൽക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണക്കിന് വിധേയമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന എൻ്റെ ചെറിയ എളിയ കവിതാസമാഹാരം വായനയ്ക്ക് വിധേയമാകുന്നത്. എൻ്റെ ചെറിയ കാവ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അതിനുള്ള കാരണം, നവമാധ്യമങ്ങളിലെ വായനക്കാർക്ക് പുറമെ 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ഈ പുസ്തകത്തിനായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ആദ്യത്തെ ചടങ്ങാണ് ഇത്. പേരിൽ വളരെ പേര് തൊട്ട് ഈ പുസ്തകത്തിൻ്റെ ഓരോ വരികളിലും അത് വ്യത്യസ്തമായിരിക്കണം, വ്യത്യസ്തമായൊരു ശബ്ദം ആയിരിക്കണം എന്ന് ഉറപ്പിച്ച് തന്നെ എഴുതി തുടങ്ങിയ രചനകളായിരുന്നു ഇതിൽ. അത് തലക്കെട്ട് തന്നെ അത് ശ്രദ്ധിക്കാൻ ഞാൻ ശ്രദ്ധ വച്ചിരുന്നു. ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ. ഇപ്പോൾ അവതാരകരോട് പോലും, പ്രത്യേകിച്ച് ഇതിന് അവാർഡ് കിട്ടിയ സമയത്ത് വാർത്ത വായിച്ച ആളുകളൊക്കെ അത് തെറ്റിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അവതാരകരോട് പറയുകയായിരുന്നു, ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഇതെന്താണ് പേര് എന്ന് ചോദിക്കുന്നവർക്ക് ആ കവിതയിൽ ആ മറുപടിയുണ്ട്. അപ്പോൾ തലക്കെട്ട് കാലിഗ്രഫിയിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ വാക്കുകൾ ചേർത്ത് വയ്ക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു സമവാക്യങ്ങളൊക്കെ പരമാവധി എന്നാലാവും വിധം സൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ 3 ഭാഗങ്ങളാണ്. രമണം എന്ന ജീവിത ആസക്തിയുള്ള കവിതകൾ, മരണം എന്നുള്ള മരണ പ്രമേയമായ കവിതകൾ. കോവിഡ് സമയത്താണ് ഈ പുസ്തകം ഇറങ്ങുന്നത്, പക്ഷെ പല കാലങ്ങളിലായി. ഒരു കാര്യം മാത്രം ഞാനിതിൽ ആമുഖമായി പറയുന്നുണ്ട്. വളരെ കാവ്യോന്മാദിയായ ഒരു വിചിത്ര മേഘമെന്ന KV സജയ്, നിരൂപകൻ KV സജയ് ഈ പുസ്തകത്തെക്കുറിച്ച് ആമുഖത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ സ്വസ്ഥമായിരുന്ന സമയത്ത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്ര അസ്വസ്ഥവും വിചിത്രതയുള്ളതുമായ സമയങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടോ, അങ്ങനെയായിരുന്നോ അന്ന് എൻ്റെ മനസ്സ് എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. പക്ഷേ സംഗതി ശരിയാണ്. 2012 DC പുറത്തിറക്കിയ കുഴൂർ വിൽസൻ്റെ കവിതകൾ വന്നതിന് ശേഷം വലിയ രീതിയിൽ ഗൗരവ രൂപത്തിലുള്ള കവിതകൾ സമാഹരിച്ചത് ഈ പുസ്തകത്തിലാണ്. 2020. അപ്പോൾ 8 വർഷം കഴിഞ്ഞു. അതിനിടയിൽ വയലറ്റിനുള്ള കത്തുകൾ പോലെയുള്ള ചില പരീക്ഷണങ്ങളുള്ള മറ്റു പുസ്തകങ്ങളുണ്ടായി. പക്ഷേ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും അപ്പോൾ അതിലൊരു സ്വഭാവമുണ്ട്. ഞാൻ ഗൾഫിൽ റേഡിയോ വാർത്താ വായനക്കാരനായിരുന്ന സമയത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന് റിപ്പോർട്ടറിൽ ക്രൈം വാർത്ത വായിക്കുന്ന സമയത്താണ്. റിപ്പോർട്ടറിൽ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് ക്രൈം വാർത്തയാണ്. അത് അവതരിപ്പിക്കുന്ന സമയത്താണ് ഈ കവിതകൾ മിക്കവാറും എഴുതപ്പെട്ടത്. അപ്പോൾ
ആ സമയത്ത് പ്രത്യേകിച്ച് കുരീപ്പുഴയെ പോലുള്ള ആളുകൾ എന്നോട് അന്ന് പറഞ്ഞു, കവിതാ മനസ്സുള്ള ഒരാൾ ക്രൈം വാർത്ത വായിക്കുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനൊക്കെ ചോദിച്ചു എങ്ങനെയാണ് വിൽസൺ ചേട്ടന് ഇത് സാധിക്കുന്നത്, അങ്ങനെ ഒരു മനസ്സ് വെച്ച് ക്രൈം വാർത്തയൊക്കെ വായിക്കാൻ പറ്റുമോ. പക്ഷേ അങ്ങനെ വളരെ ശാന്തമായ, വളരെ സ്വസ്ഥമായ, ഇപ്പോൾ പഴയ ആളുകളൊക്കെ കളിയാക്കി പറയുന്നത് പോലെ ഗോപുരവാസികളായ ആളുകൾക്ക് മാത്രമല്ലല്ലോ കവിത. ആ മാധ്യമം അങ്ങനെ സ്വസ്ഥതയോടുകൂടി മാത്രം പെരുമാറേണ്ട ഒന്നല്ലല്ലോ. ഇപ്പോൾ റാസിയൊക്കെ തെരുവിലാണ്. ഇപ്പോൾ ഈ പുസ്തകം വായിച്ച് 2 വാക്ക് പറയാനെത്തിയ 3 പേരും വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരാണ്. ഒരാൾ സൗദി അറേബ്യയിലെ പ്രവാസ ജീവിതം നല്ലതും ചീത്തയും കണ്ട ആളാണ്, അതിൻ്റെ ഉള്ളറകൾ കണ്ട ഒരാളാണ്. മറ്റൊരാൾ സിവിൽ സർവീസിൽ നിന്ന് ജീവിത വിജയം, പിന്നെ പഠന വിജയം തിരുവനന്തപുരം മേഖലയിൽ പ്രവർത്തിക്കുന്ന. അതുമാത്രമല്ല, എൻ്റെ കൗമാരകാലം മുതൽ എഴുത്തിൻ്റെ സജീവധാരയിലുള്ള ആളാണ് കബനി. അപ്പം അങ്ങനെ ഒരാൾ. റാസിയാകട്ടെ തെരുവിലാണ് തൻ്റെ ഭൂരിഭാഗം സമയവും. പക്ഷേ കവിതകൾ കൊണ്ട് അയാൾ വീടുണ്ടാക്കുന്നു, അയാൾ തണലിടങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരാളാണ് റാസി. അപ്പോൾ അത്തരം 3 പേർ എങ്ങനെയായിരിക്കും ഈ പുസ്തകത്തെ കാണുക എന്നുള്ളൊരു കൗതുകവും എന്നെ സംബന്ധിച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ, ഇതിലെ വനിതാ പ്രാതിനിധ്യമൊന്നുമല്ല എങ്കിലും കബനിയെ ഞാൻ ആദ്യം പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. ഇത് ചെറിയ ചടങ്ങല്ലേ, നമുക്ക് അങ്ങോട്ട് ഒരുമിച്ചാക്കാം. എല്ലാവർക്കും നമസ്കാരം. പൊതുവെ താങ്ക് യു. പൊതുവെ കവിതകൾ എൻ്റെ വായനയിൽ വളരെ കുറവാണ്. അത് ഞാൻ കവിതകൾ അധികം വായിക്കുന്നത് പഠനത്തിൻ്റെ ഭാഗമായിട്ട്. ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചിരിക്കുന്നത്, പിന്നെ വീട്ടിൽ പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ഭാഗമായിട്ട് വായിക്കുന്നതല്ലാതെ ഇപ്പം ഞാനൊരു ഫിക്ഷൻ വായിക്കുന്നത് പോലെ ഞാൻ കവിതകൾ വായിക്കാറില്ല. കാരണം എല്ലാതും ഒരു സ്കില്ലാണ്, നമ്മൾ പോളിഷ് ചെയ്ത് എടുക്കുന്ന സ്കില്ലുകളാണ് എല്ലാതും. അപ്പോൾ കവിത വായിക്കാനായിട്ട് ഒരു എന്താ പറയുക, കഴിവ് വേണം. അത് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന കഴിവാണ്. ഇന്ന് ഇപ്പോൾ ജിജി എന്ന കവിതയായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. അതിനിന്ന് പിന്നെ പത്രത്തിൽ KR ടോണി അതിന് മറുപടി പറഞ്ഞ ഒരു ഇതിൽ പറയുന്നുണ്ട്, കഥകളി പോലെ തന്നെയാണ് കവിതാ വായനയും. അതിന് ഒരു സ്കില്ലാണത്, അതിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഥകളി കാണാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് കവിതയും. നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു അവസാനത്തെ സർഗാത്മകതയുടെ ഒരു അവസാനം എന്ന് പറയുന്ന രീതിയിലാണ് കവിത നമ്മളെപ്പോഴും ലിറ്ററേച്ചറിലൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഡിസേബിൾഡ് ആണ് ആ ഒരു കാര്യത്തിൽ, കവിത വായിക്കാനായിട്ട്. വളരെ കുറച്ച് കവിതകളെ ഞാൻ വായിക്കാറുള്ളൂ. അത് മിക്കപ്പോഴും ആരെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളിതൊരു നോട്ടഡ് ആവുമ്പോൾ വായിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില കവിതകൾ പെട്ടെന്ന് ചില കവികൾ നമുക്ക് നോട്ടഡ് ആണ് എന്ന് തോന്നും, നമ്മളിത് വായിച്ചിരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ചില കവിതകളുണ്ട്. അപ്പോൾ ഈ വിൽസൺ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ്, എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്, നമുക്ക് മുമ്പേ അറിയുന്ന ആളാണ്. അപ്പം ഈ കവിതകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വിൽസൻ്റെ. അപ്പോൾ അങ്ങനെ വെച്ചും കൂടിയാണ് ഞാനിത് വായിക്കുന്നത്. ഇപ്പോൾ വിൽസൺ പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഈ ഗോപുരവാസികൾക്ക് മാത്രമുള്ളതല്ല മീഡിയ ആയാലും ശരി, അതുപോലെ തന്നെ കവിതയായാലും ശരി. ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്, തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെയുള്ള തൃശ്ശൂരുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബം ആ ഒരു പശ്ചാത്തലം വളരെ ശക്തമായിട്ടുള്ള കവിതകളാണ് പൊതുവെ വിൽസൻ്റെ കവിതകളിലൊക്കെ. അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബയോയിൽ പറയുന്നുണ്ട്, 2006 ജൂലൈ 8 ആദ്യ കവിത ബ്ലോഗായ അച്ചടി മലയാളം നാട് കടത്തിയ കവിതകളെന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം വിൽസൻ്റെ ഒരു പുതിയ മാധ്യമത്തിലുള്ള പരീക്ഷണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊരു ഈ ബ്ലോഗ് അങ്ങനെയുള്ള ഒരു നവമാധ്യമങ്ങൾ കടന്നു വരുന്ന ഒരു കാലത്ത് തന്നെ അതിൽ സജീവമായി പരീക്ഷണം നടത്തിയിട്ടുള്ള ആളാണ് വിൽസൺ. അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയട്രി, ഇൻസ്റ്റലേഷൻ അങ്ങനെയുള്ള കവിതയിൽ നവമാധ്യമങ്ങളിൽ മാത്രമല്ല കവിതയിൽ തന്നെ പലതരത്തിലുള്ള ഒരു എന്താ പറയുക പരീക്ഷണങ്ങളും അതുപോലെ തന്നെ അതിലേക്കുള്ളൊരു ആക്സസും കിട്ടിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത്, സജീവമായി ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണെന്നുള്ളതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാനത് വിൽസനോട് ചോദിക്കാമെന്ന് വിചാരിച്ച് എന്തുകൊണ്ടായിരിക്കാം
ഈ ഒരു മീഡിയയിലേക്ക് വേഗം കടന്നത്. വളരെ നേരത്തെ 2008 എന്ന് പറയുമ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. എന്തുകൊണ്ടായിരിക്കാം ഇദ്ദേഹം അതൊരു വേഗം, അതിൻ്റെ ഒരു ആക്സസിബിലിറ്റി കൊണ്ടാണോ, അതുപോലെ തന്നെ അത് ഈ ഗോപുരവാസികൾക്ക് മാത്രമുള്ളത് അല്ലാത്തത് കൊണ്ടാണോ, അതിൻ്റെ ഒരു സാധ്യതകൾ നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ, എന്താണെന്നുള്ളതാണ് ഞാൻ പെട്ടെന്നൊന്ന് ആലോചിച്ച് പോയൊരു കാര്യം. ഈ പുതിയ പരീക്ഷണങ്ങളായാലും ശരി, ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട ഈ പോയട്രി ഇൻസ്റ്റലേഷൻസ് പോലെയുള്ള എന്താ പറയുക, അങ്ങനെയുള്ള പരീക്ഷണങ്ങളായാലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു മുൻപേ പറക്കുന്ന പക്ഷിയാണ് വിൽസൺ എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് നോക്കിയത്. അതുപോലെ തന്നെ ബ്ലോഗുകൾക്ക് പ്രാധാന്യം നൽകി ഈ പത്രം എന്ന വെബ് ജേണലിനും തുടക്കം ഇട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു നവമാധ്യമങ്ങളിലും മാധ്യമരംഗത്തും വളരെയധികം മുൻപുള്ള എക്സ്പോഷറും ഉണ്ട്. അത് ഈ പിന്നെ ഒരു തൃശ്ശൂർ ക്രിസ്ത്യൻ പശ്ചാത്തലം ശക്തമായിട്ട് കാണുന്നത് പോലെ തന്നെ ഈ നവമാധ്യമങ്ങളിലുള്ള ഒരു കൈത്തഴക്കം ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ വളരെ നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ചില കവിതകളൊക്കെ എഴുതുമ്പോൾ അതിൽ പറയുന്നുണ്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള അങ്ങനെയുള്ള സങ്കേതങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ചില കവിതകൾ ഇതിലുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെയധികം കൗതുകരമായിട്ട് തോന്നി. അത്രയും ഇപ്പോൾ ആൾക്കാർ ഉപയോഗിച്ച്, ഇപ്പോൾ പോലും ആൾക്കാർ അത്രയും കൈത്തഴക്കത്തോടു കൂടി ഉപയോഗിക്കാത്ത കാര്യങ്ങളാണ് വിൽസൺ അന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് അവതാരികകളുണ്ട്, പലതരം ആമുഖങ്ങളാണ് ഇതിലുള്ളത്, കുറേ ഉണ്ട് ആമുഖങ്ങളായിട്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ KV സജയ്, എനിക്കിഷ്ടപ്പെട്ടൊരു എഴുത്തുകാരനാണ് KV സജയ്. സജയ് എഴുതിയിട്ടുണ്ട്, ആവർത്തനത്തിൻ്റെ ഒരു പാറ്റേണായി ഇയാൾ കവിതയെയും ജീവിതത്തെയും കാണുന്നു എന്നാണ് ഈ കവിത പറഞ്ഞു തരുന്നത്. എത്ര വേണമെങ്കിലും നീട്ടാവുന്ന, എത്ര വേണമെങ്കിലും ചുരുക്കാവുന്ന ഒന്ന്. വിൽസൺ കവിതയുടെ രൂപാന്തരണ ശേഷിയിൽ വിശ്വസിക്കുന്നു. യാഥാർത്ഥ്യത്തെ തന്നിഷ്ടം പോലെ രൂപാന്തരപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമാണ് കവിതയുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഒരു ആവർത്തനം, മോട്ടിഫുകളുടെ ഒരു ആവർത്തനം, ഇങ്ങനെയൊക്കെയാണ് വിൽസൺ ഈ കവിതകൾ പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ആവർത്തനമാകുമ്പോൾ ഇത് പലതരത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു മോട്ടിഫ് ആവർത്തിക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെടാം. നമ്മളുടെ തന്നെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ ആവർത്തിക്കപ്പെടാം, നമ്മുടെ എക്സ്പീരിയൻസസിൻ്റെ പല കാലഘട്ടങ്ങളിൽ ആവർത്തിക്കപ്പെടാം. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ജീവിതത്തിലെ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ് ഒരു 5 കൊല്ലത്തിൻ്റെ ഇടവേളകളിൽ നമുക്ക് ആവർത്തിക്കപ്പെടും. ഒരു ദജാവ് പോലെ നമുക്ക് തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആവർത്തനം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആവർത്തിക്കപ്പെടുന്ന പല മോട്ടിഫുകളും പല എക്സ്പീരിയൻസസും എങ്ങനെയാണോ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെയാണ് യഥാതഥമായിട്ടാണ് ഇതിൽ അതിൻ്റെ ഒരു ആലഭാരങ്ങളോ അല്ലെങ്കിൽ ഭാഷയുടെ ആലഭാരങ്ങളോ അല്ല അതൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നത് അത് മീഡിയയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മീഡിയയിലുള്ള ലാംഗ്വേജ് ആവശ്യപ്പെടുന്നത് ഒട്ടും കൊഴുപ്പില്ലാത്ത, ആലഭാരങ്ങളില്ലാത്ത, നേരിട്ടറിയുന്ന, മനസ്സിലാവുന്ന ഭാഷയാണ് നമ്മൾ മീഡിയയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കവിതകളും എഴുതിയിട്ടുള്ളത്. അതിൽ പ്രണയ കവിതകൾ, രമണം, മരണ കവിതകൾ, ജീവിത കവിതകൾ, അതുപോലെ തന്നെ മിണ്ടാട്ടം, കവിതയെക്കുറിച്ചുള്ള 3 വർത്തമാനങ്ങളാണ്. ഇതിലെനിക്ക് ഈ പ്രണയ കവിതകളിലെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കവിത ഒരാൾ എന്നോട് മിണ്ടാതായി എന്നുള്ളതാണ്. അത് നമുക്കൊരു വല്ലാതെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കവിതയാണ്. ഇങ്ങനെയാണത്: ഒരാൾ എന്നോട് മിണ്ടാതായി, ലോകം എന്നോട് മിണ്ടാതായി, ലോകം എന്നോട് മിണ്ടാതായി, ലോകം എന്നോട് മിണ്ടാതായി. അങ്ങനെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു KV സജയ് ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ആവർത്തനം, ഒരു നൈരന്തര്യം, അതൊരു ഉയിരിൻ്റെ ഒരു നൈരന്തര്യം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്ത ഒരു കവിതയായിട്ടാണ് ഇതെനിക്ക് തോന്നിയത്. നമുക്കതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരാൾ എന്നോട് മിണ്ടാതായിട്ടുണ്ടെങ്കിൽ ലോകമാണ് എന്നോട് മിണ്ടാതാവുന്നത്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. നമുക്കതൊരു ഉള്ളിലേക്ക് എടുക്കാം. നമുക്കൊരു പ്രണയം അനുഭവിച്ചിട്ടുള്ള ആളുകൾ, ജീവിതം അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ടിത് മനസ്സിലാകും. അതുപോലെ തന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കവിത പാതിരാക്കൊരു സ്കൂൾ കുട്ടി എന്നുള്ള കവിതയാണ്. എനിക്കതുപോലെ തന്നെ കാരണം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്ന നിലയ്ക്കൊക്കെ നമ്മളുടെ കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈയക്തിക അനുഭവമാണ്. ഓരോ വായനയെന്ന് പറയുന്നത് നമ്മൾ ആരാണ്, നമ്മളുടെ എക്സ്പീരിയൻസസ് എന്താണ്, ഓരോരുത്തർക്കും കവിത ഓരോന്നായിരിക്കും, ഓരോ വായനക്കാരനും. അതുകൂടി ഞാൻ വായിക്കാം. പാതിരയ്ക്ക് ഒരു സ്കൂൾ കുട്ടി, 4 മണി കഴിഞ്ഞ് ഒരു 8 മണിക്കൂറെങ്കിലും ആയി കാണും. നട്ടപ്പാതിരയ്ക്ക് ഒറ്റയ്ക്ക് ഒരു സ്കൂൾ കുട്ടി അതിവേഗത്തിൽ നടന്നു പോകുന്നു. പുറകെ നടന്നു. സ്കൂൾ കുട്ടി വേഗത്തിൽ നടന്നു. വഴിവിളക്കിൻ്റെ വെളിച്ചമെത്തിയപ്പോൾ കണ്ടു. കനത്ത മുഖം, 3 അടി 4 ഇഞ്ചിൽ ഒരു കുള്ളൻ.
പുറത്തെ സഞ്ചിയിൽ എന്ത്? ഇത്ര വേഗത്തിൽ ഈ പാതിരയ്ക്ക് നടക്കുന്നത് എന്തിനെ? സ്കൂൾ വിട്ടതുപോലെ ഓടിയോടി പോകുന്ന അയാളുടെ പിന്നാലെ ബൈക്കിൽ 2 പോലീസുകാർ ഒഴുകുന്നു. ആരായിരിക്കും അയാൾ? എന്തിനാണ് അയാൾ ഈ പാതിരയ്ക്ക് ഇത്ര തിടുക്കത്തിൽ നടന്നു പോകുന്നത്? വഴിവിളക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്കൂൾ കുട്ടിക്ക് ഒരിക്കലും കനത്ത മുഖം ഉണ്ടാകുമായിരുന്നില്ല അല്ലേ? വഴിവിളക്കുകളെല്ലാം കെട്ടാൽ ആ സ്കൂൾ കുട്ടി തിരികെ വരുമോ? അത് ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ രേഖപ്പെടുത്തി എന്നുകൂടി പറയട്ടെ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകത്തിന് ഒ വിജയൻ പുരസ്കാരം കിട്ടിയതിൽ വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. താങ്ക് യു. കവിത അധികം വായിക്കാറില്ല എന്ന് പറഞ്ഞാണ് കബനി ആരംഭിച്ചത്. ഒരു കവിയുടെ മകൾക്ക് ആൻ്റണിയിൽ കാറ്റുപിടിക്കുമ്പോൾ എന്ന സിവിക് ചന്ദ്രൻ്റെ കവിതാ പുസ്തകം ഏറ്റവും പ്രിയത്തോടെ അത് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ തുടർച്ച കബനിയിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2008 ബ്ലോഗ് ആരംഭിച്ചപ്പോൾ അച്ചടി മലയാളം നാട് കടത്തിയ കവിതകൾ, പത്രാധിപർ ചോദിക്കാതെ കവിത കൊടുക്കില്ല എന്നുള്ളൊരു നിലപാടൊക്കെ എടുത്തതിനെക്കുറിച്ച് കബനി പറഞ്ഞു. അപ്പോൾ അതൊന്നുകൂടി പറയേണ്ടത് ഈ നിയമസഭയ്ക്കുള്ളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളം മരിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി മലയാളമില്ല എന്നുള്ള വിലാപ കാവ്യങ്ങൾ നിരന്തരം ഫീച്ചറുകളിൽ വന്ന ഒരു സമയമാണ് 2000. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഫീച്ചറുകൾ എഴുതിയവരും ധാരാളം ഇവിടെ ഉണ്ടായി കാണും. പക്ഷേ ലോകത്തിലെ ഏത് പുതിയ ഉപകരണത്തിനും വഴങ്ങുന്ന രീതിയിലേക്ക് മലയാള ഭാഷ രൂപപ്പെട്ടു. ആശാത്തിയുടെ മണലിൽ കൈകൊണ്ട് എഴുതിയതുപോലെ ലോകത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ഡിവൈസിൽ മലയാളം കൈകൊണ്ട് എഴുതാൻ സാധിക്കുന്നു. ഇതൊരു ദിവസം കൊണ്ടോ നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചൊന്നും ഉണ്ടാക്കിയതല്ല. കേരളം വിട്ടുപോയ മനുഷ്യർ അവരുടെ ഭാഷയുടെ ഇഷ്ടത്തോടു കൂടി അതിനുവേണ്ടി പെരുമാറിയതാണ്. അതിനോട് പിന്നീട് സഹായങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ യൂണിക്കോഡ് ലിപി ഉണ്ടാക്കിയത്, ബ്ലോഗ് ഉണ്ടാക്കിയത്, മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് നിരന്തര വർത്തമാനങ്ങൾ നടത്തിയത് കേരളം വിട്ടുപോയ പ്രവാസികളായ ധാരാളം മനുഷ്യരാണ്. ഇതിന് ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അവരാണ് ഫോണ്ട് നിർമ്മാണം, ഇത് കമ്പ്യൂട്ടറിന് ഇതെങ്ങനെ വഴങ്ങും തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം ചെയ്തത്. പിന്നീട് അത് സർക്കാർ തലത്തിലൊക്കെ ഏറ്റെടുത്തു. പക്ഷേ അവരെ പലപ്പോഴും ആളുകൾ കണ്ടില്ല എന്ന് അടിച്ചിട്ടുണ്ട് അതിൻ്റെ ചരിത്ര രചനയിലൊക്കെ. അപ്പോൾ ഇനി വരുന്ന സാഹിത്യോത്സവങ്ങളിൽ മലയാളം ഇപ്പോൾ ഏറ്റവും പുതിയ മാധ്യമങ്ങളിൽ, ഡിവൈസുകളിൽ തിളങ്ങുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ചത്തുപോകുന്നു, ഇപ്പോൾ ചത്തുപോകും, മരിച്ചു പോകുമെന്ന് വിലപിച്ചിരുന്ന ആളുകൾ, അത്തരം ആളുകളെക്കുറിച്ച് അന്വേഷിക്കാനും ആരൊക്കെയാണ് ഇതിനുവേണ്ടി പണിയെടുത്തത് എന്ന് രേഖപ്പെടുത്താനും ശ്രമിക്കണം എന്നുകൂടി ഞാൻ ഈ വേദിയിൽ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരാൾ കൂടിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. സാധാരണ കേരളം വിട്ടുപോയാൽ, പിന്നെ ഗൾഫിലേക്ക് പ്രത്യേകിച്ച് പോയാൽ അവരുടെ മണി ഓർഡറുകളോ പൈസയോ അല്ലാതെ മറ്റു കാര്യങ്ങൾ അധികം ആരും നോക്കാറില്ല. പക്ഷേ ഇപ്പോൾ കാലം മാറി. അത് അവിടെ നിന്ന് സാഹിത്യ സൃഷ്ടികൾ, പിന്നെ മലയാളത്തിൽ വിലപ്പെട്ട സാഹിത്യ സൃഷ്ടികൾ വന്നു തുടങ്ങി. ഷീല ടോമി ഉൾപ്പെടെയുള്ള അവസാനം വന്ന പ്രമുഖ എഴുത്തുകാരികൾ അതിന് ഉദാഹരണം പറയും. അപ്പോൾ ആ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയിൽ ഞാൻ കാണുന്ന ഒരാളാണ് ശിവപ്രസാദ്. അദ്ദേഹം പ്രവാസിയായിരുന്നു. അക്ഷരക്കൂട്ടം എന്ന UAE-യിലെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയുടെ നെടുനായകത്വം വഹിക്കുന്നവരിലൊരാൾ. ഞങ്ങളുടെ കവിതാ മേഖലയിൽ വളരെ പ്രധാനി. അപ്പം അത്തരം ശബ്ദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ തുടങ്ങിയത് ഈ നവമാധ്യമങ്ങൾ വന്നതിന് ശേഷമാണ്. ഏറ്റവും സ്നേഹത്തോടെ ശിവേട്ടനെ ഞാൻ ഈ കവിതാ പുസ്തകത്തെക്കുറിച്ച് ചെറിയ വാക്കുകൾ പറയാൻ ക്ഷണിക്കുന്നു. വളരെ നന്ദി വിൽസൺ. കീമാൻ ഫോണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ, ഞാൻ സൗദിയിലിരുന്നു കൊണ്ടും വിൽസൺ ദുബായിലിരുന്നു കൊണ്ടും ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. കീമാൻ്റെ അന്നത്തെ ടൈപ്പിംഗ് രീതി, നമ്മൾ കീബോർഡിൽ ചില അക്ഷരങ്ങൾ, സംജ്ഞകൾ, കുത്ത്, കോമയൊക്കെ കൃത്യമായിട്ട് ഇന്ന കീബോർഡിൽ ഇന്ന കീയിൽ തന്നെ സ്ഥാപിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അന്ന് ഇൻ്റർനെറ്റിൽ ബ്ലോഗിൽ വിശാഖം എന്ന പേരിലൊരു ബ്ലോഗാണ് കുഴൂർ വിൽസൻ്റേതായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ടാഗ് ലൈനാണ് നമ്മളിപ്പോൾ ലോകപ്രശസ്തമായ ടാഗ് ലൈനായിട്ട് കരുതുന്ന അച്ചടി മലയാളം നാട് കടത്തിയ കവിതകൾ എന്നുള്ള ടാഗ് ലൈൻ. ഈ ടാഗ് ലൈൻ സമ്പ്രദായമൊക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഇപ്പോൾ എല്ലാവരും ടാഗ് ചെയ്യുകയാണ്, മൊബൈൽ എടുത്ത് വെച്ചിട്ട്. വോയിസ് റെക്കോർഡറിൽ നമ്മൾ നമ്മുടെ പത്രപ്രവർത്തകരുൾപ്പെടെയുള്ളവർ ലേഖനങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ്. പലരും ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാകും. വോയിസ് ടൈപ്പിങ്ങിൽ കൃത്യമായ ഉച്ചാരണത്തിൽ പറഞ്ഞാൽ മലയാളം ടൈപ്പ് ചെയ്ത് വരുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ സാധാരണമായിട്ടുണ്ട്. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. കുത്തിപ്പിടിച്ചിരുന്ന് 3 മണിക്കൂറൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഒരു പേജ് ടൈപ്പ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു.
അപ്പം അതാണ് വിൽസൺ സൂചിപ്പിച്ച വിദേശ മലയാളി ബന്ധം. മലയാളത്തിലെ ഫോണ്ട് ഉണ്ടാകുന്നതും ഗൂഗിള് മലയാളത്തിന് വേണ്ടി പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റ് തുറക്കുന്നതും ഇപ്പോൾ ആധുനികമായ എല്ലാ സാംസ്കാരിക സാഹിത്യ പ്രസ് വിഭാഗങ്ങളും കൈകോർത്ത് മലയാള ഭാഷയെ വളർത്തിക്കൊണ്ടിരിക്കുന്നതും. വിൽസൺ പറഞ്ഞത് വളരെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മലയാളം മരിച്ചേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പ്രമുഖരായ ഒരുപാട് സാഹിത്യ നായകന്മാരും സാഹിത്യ ഗവേഷകന്മാരും വൈജ്ഞാനിക സാഹിത്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുൾപ്പെടെയുള്ളവർ. അതിൽ നിന്ന് മാറി മലയാളം അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. മലയാളം ചില പ്രത്യേക രൂപ മാറ്റങ്ങളിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭാഷയും എഴുത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി പറയുക എൻ്റെ ധർമ്മമാണെന്ന് കരുതുന്നു. കാരണം പലരും കരുതുന്നത് ഈ പഴമകളെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു ലോകത്തേക്ക് പോകാമെന്നാണ്. അത് ഒരിക്കലും ശരിയാവുകയില്ല. പഴമയുടെ മൂല്യങ്ങളെ കൂടി സ്വീകരിച്ചുകൊണ്ട് പുതിയ കാലത്തിലൂടെ നമുക്ക് സഞ്ചരിച്ച് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. ഇന്നിലേക്ക് വരാം. ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ. നമുക്ക് പെട്ടെന്ന് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയുടെ ടൈറ്റിൽ ഓർമ്മ വരും, ഇന്നു ഞാൻ നാളെ നീ. അതിൻ്റെ കൂടെ ഒരു ആൻ്റപ്പനും കൂടെ കയറി വരുന്നു എന്നുള്ളതാണ് ശങ്കരക്കുറുപ്പിൽ നിന്ന് കുഴൂർ വിൽസണിലേക്ക് എത്തുമ്പോഴുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. പഴയ മാതൃകകളെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഒരു കാലത്തെയും പുതിയ കവിതയെയും അതിലേക്ക് സംക്രമിപ്പിക്കുന്ന, സൂര്യന് നേരെ ഒരു കണ്ണാടി പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉഗ്രമായ ഉഷ്ണം നമ്മുടെ മുഖത്തേക്ക് പ്രതിഫലിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ വെളിച്ചത്തിൻ്റെ ചില്ലിനെ നമ്മുടെ കണ്ണിലേക്ക് പ്രവഹിപ്പിക്കുന്ന ഒരു വലിയ പണി മലയാള കവിതാ രംഗത്ത് ഒരുപാട് പേര് എടുത്തതിൻ്റെ ഭാഗമാണ് വിൽസൻ്റെയും ചിലപ്പോഴൊക്കെ എൻ്റെയും കവിതകൾ എന്ന് പറയുന്നത്. വിൽസൺ അക്കൂട്ടത്തിൽ ആദ്യകാലത്ത് വലിയ നിർഭാഗ്യവാനായ ഒരു എഴുത്തുകാരനായിരുന്നു. അതാണ് ഈ അച്ചടി മലയാളം നാട് കടത്തിയ എന്നുള്ളതും ഒരു പ്രതിജ്ഞയൊക്കെ അതിനകത്ത് വരുന്നത്. പത്രക്കാർ ചോദിച്ചില്ലെങ്കിൽ ഞാൻ കവിത കൊടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം അയച്ചു കൊടുക്കുന്ന മെയിലിൽ 100 കണക്കിന് കവിതകൾ അവർക്ക് കിട്ടുന്നു എന്ന കാരണം പറഞ്ഞിട്ട് ഈ മെയിലിൽ വരുന്ന ഒരു കവിതയ്ക്കും ഒരു ക്ലിക്ക് കൊണ്ട് പോലും ഒരു മറുപടി കൊടുക്കാത്ത കാലമുണ്ടായിരുന്നു. ഇപ്പോഴും പത്രാധിപന്മാർ, എഡിറ്റർമാർ, പ്രധാന വാരികകളുടെ പത്രാധിപന്മാരെല്ലാം പറയുന്ന ഒരു പരാതി, ഞങ്ങൾക്ക് ദിവസം 500 കവിതകൾ വരുന്നുണ്ട് മെയിലിൽ, ഇതിനൊക്കെ ആര് മറുപടി എഴുതും എന്നുള്ളതാണ്. അപ്പോൾ എഴുത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് പത്രമോഫീസുകളിലേക്ക് എഡിറ്റർമാരുടെ മേശമേൽ ചെല്ലുന്നുണ്ട്. വേണ്ടവണ്ണം അത് പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കപ്പെടുന്നുണ്ട്. കവിതകൾ പലതരത്തിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഏറ്റവും ആധുനികമായ കവിത ഇനിയും വന്നിട്ടല്ലേ എന്ന് കരുതാണ് എനിക്കിഷ്ടം. എന്നാലും ഒരുപാട് പൊടിപ്പ്, ഒരുപാട് മുളകൾ ഈ രംഗത്ത് സംഭവിക്കുന്നുണ്ട്. ചില കവികൾ ഈ നടന്നു പോകുന്ന വഴിയിൽ കുട്ടികൾ പല്ലാങ്കുഴി ഉണ്ടാക്കുന്നത് പോലെ കവിതകൾ എഴുതുന്നുണ്ട്. വായനക്കാരിൽ പലരും അതിൽ വീണു പോകുന്നുണ്ട്. ചിലരുടെ കാലൊടിയുന്നുമുണ്ട്. ഇപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, അടുത്തിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിലർ ക്രിസ്മസ് പുൽക്കൂട് ഒരുക്കുന്നത് പോലെ കവിതകൾ എഴുതി വയ്ക്കും. കാൽപ്പനികതയുടെ അതിപ്രസരമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഭാവുകത്വത്തിൻ്റെ ഏറ്റവും പഴയ മാതൃകയിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള രസകരമായ കാഴ്ചകളുള്ള കവിതകൾ ഉണ്ടാകും. ചിലർ ദൈവങ്ങളുടെ ചിത്രങ്ങളും പിന്നെ കടൽ തീരത്ത് നിന്ന് കിട്ടിയ ചിപ്പികളും ഏതെങ്കിലുമൊക്കെ മരങ്ങളുടെ അഗ്രശിഖരങ്ങളിൽ നിന്ന് വീണ ഉണങ്ങിയ പൂവിൻ്റെ ഇതളുകളും ഒക്കെ ചേർത്ത് വെച്ച് അവരുടേതായ കാഴ്ചയുടേതായ സൗന്ദര്യം കവിതകളിൽ നിർമ്മിക്കുന്നുണ്ട്. ചിലർ ഇത് കവിതയാണേ നിങ്ങൾ ഇവിടേക്ക് നോക്കൂ എന്ന് അലറി വിളിച്ചും നിലവിളിച്ചും കൊണ്ട് തൻ്റെ ആത്മാവിഷ്കാരം നിർവഹിക്കുന്നുണ്ട്. ചിലർ ആർക്കോ വേണ്ടി വഴിവക്കിൽ വീണ് കിടന്ന കണ്ണുനീർത്തുള്ളിയും അവശേഷിച്ചു പോയ ചില പുഞ്ചിരിത്തുണ്ടുകളും ഒക്കെ എടുത്തു വച്ചിട്ട് അവരുടെ ആത്മാലാപനം നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ നമുക്ക് മുമ്പിൽ കാണുന്ന ലോകത്തിൻ്റെയും നമ്മുടെ പുറത്തുള്ള ലോകത്തിൻ്റെയും നമ്മുടെ അകമേ സഞ്ചരിക്കുന്ന കാടുകളിലൂടെ സഞ്ചരിക്കുന്ന അരുവി പോലെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെയും ഒക്കെ ചേർച്ചകൾ, ഒക്കെ ഒത്തുവയ്ക്കലുകൾ ചേർന്നുള്ള കവിതകളും സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ 1000 രൂപങ്ങളിൽ നമുക്ക് ചുറ്റും കവിതകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിൽസൺ ആദ്യം പറഞ്ഞ ഒരു പ്രശ്നം വരുന്നത്, കവിതയോട് സംവദിക്കുന്നവരുടെ എണ്ണം കുറവാണ്. കവിതയോട് സംവദിക്കുന്നവരുടെ എണ്ണം അല്പമെങ്കിലും നമുക്ക് കാണണമെങ്കിൽ അത് ഒരു ഹാർമോണിയപ്പെട്ടിയുമായി വന്നു നിന്ന് കവിത ചൊല്ലുന്ന, അല്ലെങ്കിൽ തബലയുമായി വന്നിരുന്ന് ഒരു സംഗീത സദസ്സ് നടത്തുന്നത് പോലെ പഴയ ലല്ലലം താളത്തിൽ കവിത ചൊല്ലി പാടുന്ന ആൾക്കാരുടെ ഒരു സദസ്സ് ഉണ്ടെങ്കിൽ, ഒരു വേദി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സദസ്സ് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള പ്രശ്നം. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ പല സുഹൃത്തുക്കളും വരാമെന്ന് പറഞ്ഞിട്ടും പലരും എത്തിച്ചേരാത്തതിൻ്റെ കാരണം അവർക്ക് കവിതയോടുള്ള എന്തെങ്കിലും അസൗകര്യമാണെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ ഈ ഇടത്തേക്ക് വന്നുപെടുക, അന്വേഷിച്ച് കണ്ടെത്തി വരിക എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമായിട്ട് ചിലപ്പോൾ അവശേഷിക്കുന്നുണ്ടാകും. എന്തായാലും കവിത എങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിൽസനെ പോലെയുള്ള ആൾക്കാർ ഈ ഇടത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നു.
മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ പലപ്പോഴും വിലപ്പെട്ട പേജുകളൊന്നും നൽകാതെ അതിനെ പലപ്പോഴും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെയാണ് ഈ ആൻ്റപ്പനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ എഴുത്തിനിടയിൽ ഒരുപാട് വ്യത്യസ്തതകൾ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കവിയാണ് വിൽസൺ. ഈ പുസ്തകം വാങ്ങി വായിച്ചാൽ മനുഷ്യജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമെന്ന് പറയുന്ന പോലെ തലമണ്ട മുതൽ കാൽപാദം വരെയുള്ള ഉടനീളത്തിൽ അതിനെ വിച്ഛേദിച്ച് രണ്ട് വശത്തേക്കും വച്ചാൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ജീവിതത്തിൻ്റെ വലിയ വലിയ ഗ്രാഫുകൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ധാരാളം കവിതകൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. കടുനീർത്തുള്ളിയുടെ ഉപമ തെറ്റിയിട്ടില്ല എന്നൊരു ചെറിയ കവിത ഇതിലുണ്ട്. വേദനിച്ചപ്പോൾ ഞാൻ എൻ്റെ പെണ്ണിനെ ഓർത്ത് കണ്ണുകളടച്ചു. അവളാകട്ടെ കുടുകുടാ കുതറി കവിളുകളിലൂടെ ഒഴുകി മുറിഞ്ഞിടത്തെല്ലാം തഴുകി ചുണ്ടുകളിൽ തന്നെ എത്തി. ശരിയാണ്, ഉപ്പും കൂട്ടി തന്നെയാണ് വേദനയും തിന്നേണ്ടത്. പലപ്പോഴും ഗദ്യ സ്വഭാവത്തിലാണ് കവിതയുടെ ഒഴുക്ക് എന്നുള്ളത് കൊണ്ട് ചില ആസ്വാദകരുടെ തടയണകളിൽ തട്ടി കവിത മരിച്ചു പോകാറുണ്ട് എന്നുള്ളത് സത്യമാണ്. വിൽസൻ്റെ മകളുടെ പേരാണ്, വിളിപ്പേരാണ് അമ്മിണി. ഒഫീഷ്യൽ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആഗ്നസ്. അപ്പോൾ അമ്മിണിയുമായി ചേർന്ന് ഒരു രാത്രി 11 മണിക്ക് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്ന ഒരു കവിത ഇതിനകത്ത് ദീർഘമായ കവിതയാണ് എഴുതിയിട്ടുണ്ട്. രണ്ടുപേർ ലോകമുണ്ടാക്കി കളിക്കുന്ന 11:30 മണി എന്നാണ് കവിതയുടെ പേര്. ഒറ്റയ്ക്കായാൽ അമ്മിണിയും ഞാനും മറ്റൊരു ലോകമുണ്ടാക്കി കളിക്കും. കടൽക്കരയിൽ ചില മുതിർന്ന ആളുകൾ കുട്ടികളുമായി മണ്ണുകൊണ്ട് താമസിക്കാനല്ലാത്ത വീടുകൾ ഉണ്ടാക്കും പോലെ. അപ്പോൾ ആ വഴിക്ക് ഒരു കാറ്റ് പോലും വന്നാൽ എനിക്ക് ദേഷ്യം വരും. പൂച്ചയെങ്ങാൻ വന്നാൽ അവളുടെ നിറം മാറും. ഒറ്റയ്ക്കുള്ള ഓർമ്മകളോ നെടുവീർപ്പുകളോ അതിൻ്റെ പാടുകളോ മുഖത്ത് തെളിഞ്ഞാൽ ഉമ്മകൾ വെച്ച് മായ്ക്കും. കളിച്ച് ഞങ്ങൾ വഴക്കാവും. എത്ര ഉച്ചത്തിൽ ചിരിച്ചു പോവോ അതിനേക്കാൾ ഉച്ചത്തിൽ അമ്മിണി കരയും. അതിനേക്കാൾ ഉച്ചത്തിൽ ഞാൻ മിണ്ടാതിരിക്കും. ഇങ്ങനെ ഒരു കവിത അച്ഛനും മകളുമായിട്ടുള്ള ഒരു കളിയുടെ അന്തരീക്ഷത്തെ അവതരിപ്പിച്ചുകൊണ്ട് മഹാസങ്കടങ്ങളുടെ കടൽക്കരയിലിരിക്കുന്നതായ കാഴ്ചകളെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വായിക്കുമ്പോൾ അത് കൂടുതൽ ആർദ്രമായി നമ്മുടെ മനസ്സിനെ തൊട്ടുപോകുന്നും ഉണ്ട്. നല്ല കാര്യമായി എന്നൊരു കവിത. ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കിടന്നതിൻ്റെ തണുപ്പകറ്റാൻ വെയിൽ കൊള്ളുന്നതാണ് ഉണക്കമീനെന്നോ? ഉണക്കമീനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കിടന്നതിൻ്റെ തണുപ്പകറ്റാൻ വെയിൽ കൊള്ളുന്നതാണ് ഉണക്കമീനെന്നോ? നിങ്ങളുടെ ഈ അളിഞ്ഞ ഭാഷ വല്ല കവിതയിലും കൊള്ളാം, ആഖ്യാനമോ വ്യാഖ്യാനമോ എന്തും. തുടർന്ന് അങ്ങോട്ട് പൊരിയുന്നതിന് മുൻപ് വെയിൽ കൊണ്ട് പരിശീലിക്കുന്നതിനെ ഉണക്കമീനെന്ന് കളിയാക്കരുത്. തുടർന്ന് അങ്ങോട്ട് പൊരിയുന്നതിന് മുമ്പ് വെയിൽ കൊണ്ട് പരിശീലിക്കുന്നതിനെ ഉണക്കമീനെന്ന് കളിയാക്കരുത്. ജീവിതകാലം മുഴുവൻ വെയിലത്ത് കഴിയുന്ന നിങ്ങളെ ഞങ്ങൾ ഉണക്ക മനുഷ്യരെന്ന് വിളിക്കാറുണ്ടോ? ജീവിതകാലം മുഴുവൻ വെയിലത്ത് കഴിയുന്ന നിങ്ങളെ ഞങ്ങൾ ഉണക്ക മനുഷ്യരെന്ന് വിളിക്കാറുണ്ടോ? വല്ലപ്പോഴും കടലിൽ വരുമ്പോൾ പച്ച മനുഷ്യർ എന്ന് വിളിക്കാറുണ്ടോ? വല്ലപ്പോഴും കടലിൽ വരുമ്പോൾ പച്ച മനുഷ്യർ എന്ന് വിളിക്കാറുണ്ടോ? ഉണക്കമീനെ നല്ല കാര്യമായി. ഇത്തരത്തിൽ കവിതയെ ഉപഹാസ സ്വഭാവത്തിലും പരിഹാസ്യ സ്വഭാവത്തിലും അടയാളപ്പെടുത്തുന്ന ഒരുപാട് കവിതകളുടെ ഒരു സമാഹാരമാണ് ഇന്നു ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന ഈ മഞ്ഞ പുസ്തകം. ഇത് ദയവായി നിങ്ങൾ വാങ്ങുക, വായിക്കുക എന്നാണ് അതിനെക്കുറിച്ച് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി ഈ സമാഹാരത്തിൽ ഇല്ലാത്ത 1-2 കവിതകളെക്കുറിച്ച് കൂടി പറയണമെന്ന് കരുതുകയാണ്. ദേവസിക്കുട്ടിയുടെ അമ്മ നട്ട പൂന്തോട്ടം എന്നൊരു കവിതയുണ്ട്. എൻ്റെ അമ്മ നട്ട പൂന്തോട്ടത്തിൽ ഞാൻ ആരെയും കയറ്റുകയില്ല എന്ന കുട്ടപ്പൻ്റെ പാട്ടും കേട്ട് ദേവസിക്കുട്ടി വെള്ള പൂശുകയാണ് സെമിത്തേരിയുടെ മതിലിന്. പെട്ടെന്ന് സെമിത്തേരി അമ്മ നട്ട പൂന്തോട്ടമായി. ഇല്ല, ഞാനാരെയും കയറ്റുകയില്ല എന്നമർത്തിപ്പാടി ദേവസിക്കുട്ടി. ഓരോ മുക്കും കൂടുതൽ മുക്കി, ഓരോ മുക്കും കൂടുതൽ മുക്കി, അമർത്തി മതിലിൽ ആഞ്ഞാഞ്ഞു വെള്ളയടിച്ചു. ഇല്ല, ഞാൻ ആരെയും കയറ്റുകയില്ല എന്ന പാട്ടിൻ്റെ തുള്ളികൾ ദേവസിക്കുട്ടിയുടെ പണിഷർട്ടിലും പണിമുണ്ടിലും കഴുത്തിലും കയ്യിലും കാലിലും മുഖത്തും പുള്ളിക്കുത്തുകളിട്ടു. ഒരു പെയിൻറ്റർ പാതി വഴിക്കിട്ട പുള്ളിക്കുത്തുകളുടെ ചിത്രമായി ദേവസിക്കുട്ടി. കുട്ടികൾക്ക് അയാൾ കാഴ്ചവസ്തുവായി. കുട്ടികളവർ ദേവസിക്കുട്ടിക്ക് വട്ടം ചുറ്റി. എൻ്റെ അമ്മ നട്ട പൂന്തോട്ടത്തിൽ ഞാനാരെയും കയറ്റുകില്ല എന്ന പാട്ടും കൂടെ ചുറ്റി.
അപ്പോൾ അമ്മ നട്ട പൂന്തോട്ടത്തിൽ കറുത്ത ചെടികൾ, വെളുത്ത ഇലകൾ, കറുത്ത പൂവുകൾ, വെളുത്ത കായകൾ, കറുത്ത മുട്ടുകൾ, വെളുത്ത പൂമ്പാറ്റകൾ, കറുത്തതും വെളുത്തതുമായ പൂമ്പൊടികൾ. ഇങ്ങനെ ആ കവിത മുന്നേറുന്നു. അവസാനം ചോദിക്കുന്നു, അല്ല ശരിക്കും എന്തിനാണ് ദേവസിക്കുട്ടിയുടെ അമ്മയെ ആളുകൾ സെമിത്തേരിയിലേക്ക് എടുത്തുകൊണ്ട് പോയത്? അല്ല ശരിക്കും എന്തിനാണ് ദേവസിക്കുട്ടിയുടെ അമ്മയെ ആളുകൾ സെമിത്തേരിയിലേക്ക് എടുത്തുകൊണ്ട് പോയത്? ഒരു ജീവിതത്തിൻ്റെ തുടക്കവും അതിൻ്റെ വർണ്ണാഭമായ പെയിൻറ്റിങ് ദൃശ്യങ്ങളും കഴിഞ്ഞ് ഒരു സെമിത്തേരിയുടെ ആ മണ്ണടരിലേക്ക് അമർന്നു പോകുന്ന ഒരമ്മയുടെ കാഴ്ചയിലേക്ക് ജീവിതത്തെ ഒരു 2 പേജുകളിലൂടെ വിൽസൺ അവതരിപ്പിക്കുകയാണ്. വാക്കുകളുടെ പെട്ടകം എന്നൊരു കവിതയുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും പെറ്റുപെരുകിയ വാക്കുകളെല്ലാം മലീമസപ്പെട്ടതായി ദൈവം തിരിച്ചറിഞ്ഞു. ദൈവം വാക്കുകളുടെ നോഹയ്ക്ക് മെസ്സേജ് അയച്ചു, പഴയതുപോലെ വീണ്ടും ഒരു പെട്ടകമുണ്ടാക്കാനും സംരക്ഷിക്കപ്പെടേണ്ട വാക്കുകളുടെ ജീനുകളെ കയറ്റാനും പറഞ്ഞു. നോഹയുടെ പെട്ടകത്തിന് മുമ്പിൽ വാക്കുകൾ കുമ്പസാരക്കൂടിന് മുമ്പിൽ എന്ന പോലെ വരിവരിയായി മുട്ടുകുത്തി. ഇന്നലെ വരെ ആർത്തുല്ലസിച്ചു മതിച്ച വാക്കുകൾ അത്ര കുലീനമായി ശിരോവസ്ത്രവുമിട്ട് കുമ്പിട്ട് നിന്നു. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ആധുനിക കാലത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ മരണപെട്ടകത്തിലേക്ക് പോകുന്ന ഒരു കവിത വളരെ മനോഹരമായി അല്പം ദീർഘമായി പറയുന്നുണ്ട്. ആ ആനപ്പറമ്പിൽ തന്നെ ഞങ്ങളുടെ പ്രേമത്തെ തളച്ചു. ഈ ആനപ്പറമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് പിടികിട്ടുമെന്നറിയില്ല. തൃശ്ശൂർക്കാർക്കും ഗുരുവായൂർക്കാർക്കും ഒക്കെ പെട്ടെന്ന് പിടികിട്ടും. ആനപ്പറമ്പ് എന്ന് പറയുന്ന ധാരാളം ആനകളെ തളച്ചിരിക്കുന്ന ഒരു പറമ്പ് എന്ന് സങ്കല്പിച്ചാൽ മതി. വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ചെത്തിയ കുട്ടികളും സമയത്തേക്കൊന്ന് കുഴിച്ചിടാൻ ഏന്തി വലിച്ചെത്തിയ വയസ്സരും ഞങ്ങളുടെ പ്രേമത്തിന് കാവൽ നിന്നു. ഞങ്ങളുടെ പ്രേമത്തിൻ്റെ കാലുകൾ പൊട്ടിയൊലിച്ചു. ഞങ്ങളുടെ പ്രേമത്തിൻ്റെ കൈകൾ തളർന്നു. ഞങ്ങളുടെ പ്രേമത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഭൂതകാലം ഒലിച്ചു. തോട്ടികളെ പേടിച്ച് ഞങ്ങളുടെ പ്രേമത്തിൻ്റെ കാതുകൾ അടഞ്ഞു. മഞ്ഞും മഴയുമേറ്റ് അതിൻ്റെ തൊണ്ടയടഞ്ഞു. തീറ്റയും കുടിയുമില്ലാതെ മെലിഞ്ഞ് കുളിയും ജപവുമില്ലാതെ നരച്ച് ഞങ്ങളുടെ പ്രേമം രാവും പകലും ഒറ്റ നിൽപ്പു നിന്നു. എന്നിട്ടും അതിൻ്റെ മുതുകിൽ നെഞ്ചും വിരിച്ച് വെട്ടിത്തിളങ്ങുന്നു ഞങ്ങളുടെ തന്നെ ഉയിർത്തിടമ്പുകൾ. ആനപീഡനം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മഹാസംസ്കാരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ആനകളെ എവിടെയോ ജീവിക്കേണ്ട ആനകളെ പിടിച്ചുകൊണ്ടുവന്ന് നാട്ടിൽ ബന്ധിപ്പിച്ച് അവസാനം ഈ ആനയുടെ പുറത്ത് മനുഷ്യൻ കയറിയിരുന്ന് കാണിക്കുന്ന ഒരു ഗോഷ്ഠിയുണ്ട്, ദേവതകളെയൊക്കെ പൊക്കി വെച്ചിട്ട്. മനുഷ്യർ നടത്തുന്ന പീഡനങ്ങളുടെ കഥ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മിണ്ടാപ്രാണികളോട് നടത്തുന്ന പീഡനത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു പരാതിയുമില്ല. സർക്കാരിൽ ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ വരും. അതൊക്കെ വളരെ ഈസിയായിട്ട് നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ മൃഗപീഡനം എന്ന് പറയുന്നത് മനുഷ്യപീഡനത്തെക്കാൾ ക്രൂരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനെ ഒരു പ്രേമത്തിൻ്റെ അന്തരീക്ഷവുമായി ചേർത്ത് ഒരു പറമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ മനുഷ്യൻ്റെ അഹങ്കാരത്തിടമ്പേറ്റുന്നതിന് വേണ്ടി പീഡനത്തിൻ്റെ ആ വേദനയിൽ അമർന്നു പോകുന്ന ഒരു സമൂഹത്തെ അവതരിപ്പിക്കുന്നതായ രീതിയിൽ വെച്ച ഒരു കവിതയാണിത്. അപ്പോൾ നമ്മുടെ സമയപരിമിതി എന്നെ വിലക്കുകയാണ്. അടുത്തതായിട്ട് തുടർന്ന് ഈ സംഭാഷണം കൊണ്ടുപോകുന്നതിന് വേണ്ടി റാസിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത്തരം പരിപാടികളൊന്നും പങ്കെടുക്കാറില്ല. ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത്, ഒരു പുസ്തക ചർച്ച. അത് എന്നെപ്പോലുള്ള ഫേസ്ബുക്ക് കവികൾക്ക് ഭയങ്കര പ്രചോദനമായിട്ടുള്ളൊരു മനുഷ്യൻ. ഫേസ്ബുക്ക് കവികൾക്ക് കവിത എഴുതാൻ പ്രചോദനമായിട്ടുള്ള ഒരു മനുഷ്യനാണ് കുളൂർ മാഷ. പുള്ളിയെ വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് വന്നത്. ആദ്യമായിട്ട് വരുന്ന പുള്ളിയാണ്. എനിക്ക് ഈ പ്രസംഗിക്കാൻ പറഞ്ഞുകൂടാ, ചർച്ചകളൊന്നും പങ്കെടുത്തിട്ടില്ല. ഇതൊരു ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു കവിത വായിക്കാം, അത്രയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്, അപ്പോൾ അവളെ കണ്ടിട്ടുള്ള ഒരു സന്തോഷം കൊണ്ടുണ്ട്. അല്ല, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കീറിപ്പറഞ്ഞ ആകാശമെന്ന് ആരെങ്കിലും ഇതിനു മുമ്പ് കവിതയിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അത് ഇയാൾ തന്നെയായിരിക്കും, ഞാൻ തന്നെയാകും. അത്രയും ഓർമ്മയും മറവിയും കലർന്ന ഒരു കവിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതായി ഓർക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മറന്നതാകും. എന്നിരുന്നാലും തടാകത്തിൽ കീറിപ്പറഞ്ഞ ആകാശമെന്ന് ലോകത്തിൽ ആദ്യമായി എഴുതുന്ന കവി കുഴൂർ വിൽസൺ തന്നെയായിരിക്കും. ഇത്രയേ ഉള്ളൂ. റാസിയുടെ ഈ സംസാരം നിങ്ങൾ നോക്കണ്ട. അയാളുടെ കവിതയിൽ മാത്രമല്ല, പുസ്തകങ്ങളിലുള്ള അയാളുടെ ഭ്രമം, അതിലൂടെയുള്ള സഞ്ചാരങ്ങൾ ഒക്കെ വളരെ വലുതാണ്. അങ്ങനെ വലിയൊരു സന്തോഷമുള്ളത് റാസി ആദ്യമായി ഇത്തവണ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ട എഴുത്തുകാരനാണ് റാസി. പക്ഷേ അതിനു മുൻപ്
ആദ്യത്തെ നിയമസഭാ പുസ്തകോത്സവത്തിൽ മിഖായിൽ എന്ന എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് PC വിഷ്ണുനാഥിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് റാസിയായിരുന്നു. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ നിയമസഭാ സാമാജികർ ഇതിന് ശേഷം ഇതൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ ചെലവഴിക്കുന്ന ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് കേരളത്തിൽ അങ്ങിങ്ങായി വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ ധാരാളം എഴുത്തുകാരുണ്ട്. ഭാഗ്യവശാൽ വിദ്യാഭ്യാസ മേഖലയും പ്രവാസവുമായൊക്കെ ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കാലമൊക്കെ അനുവദിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ എത്രയോ എഴുത്തുകാർ, കോമല്ലൂരിനെ പോലുള്ള കവികൾ, മറ്റ് ജീവിത ഉപാധികൾ, അവരുടെ പഠന സമ്പ്രദായം അനുവദിക്കാത്ത ആളുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം വയനാട്ടിൽ നിന്നുള്ള ബേത്തിമാരൻ തന്നെയാണ്. ഇന്ന് മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട കവിയായ സുകുമാരൻ ചാലികത്ത. ധാരാളം പ്രതിഭകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത്തരം ആളുകളെ എന്തായാലും ആ മാധ്യമങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അവർക്ക് അവരെ പുറത്തുവിട്ട് പഠിപ്പിക്കാനോ, ഇതുപോലെ ഇപ്പോൾ റാസി പറയുന്നു സംസാരിക്കാൻ അറിയില്ല എന്ന്, പക്ഷേ നിങ്ങൾ എഴുത്ത് വായിച്ചു നോക്കണം. അപ്പോൾ അത്തരം പ്രതിഭകൾ കേരളത്തിലുണ്ട്. അവരെ കണ്ടെത്താനും അവരെ പഠിപ്പിക്കാനും അവരെ ഉപരിപഠനത്തിന് അയക്കാനും കവിതാ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളിലേക്ക് ഒക്കെ അയക്കാനും നിയമസഭാ സാമാജികരും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമൊക്കെ ശ്രദ്ധ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വളരെയധികം നിറവുള്ള ഒരു സദസ്സാണ്. കബനിയും ശിവേട്ടനും റാസിയും ഏറ്റവും ആത്മാർത്ഥമായി തന്നെ വരികയും സംസാരിക്കുകയും ചെയ്തു. ഈ കവിതയ്ക്ക് നാളെ നീയാൻ്റപ്പന് അനുവദിച്ച സമയത്തിന് നന്ദി പറയുന്നു. അതുപോലെ ലോഗോസ് ബുക്സ് ഹരിയേട്ടൻ ഇവിടെ ഇരിക്കുന്നു. ഏറ്റവും നന്നായി തന്നെയാണ് പുസ്തകം അവതരിപ്പിച്ചത്. OV വിജയൻ അവാർഡ് ലഭിച്ചതുകൊണ്ട് മാത്രമല്ല, 2ാം പതിപ്പിലേക്ക് അത് പോവുകയാണെന്നുള്ള സന്തോഷവും, ഇന്ന് അതിൻ്റെ 2ാം പതിപ്പിൻ്റെ കവർ നമ്മൾ പ്രകാശിപ്പിക്കേണ്ടതായിരുന്നു. എന്തായാലും 2ാം പതിപ്പ് വരികയാണെന്നുള്ള സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുന്നു. ഒരു ചെറിയ കവിത ഇതിലെ വായിച്ചുകൊണ്ട് നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞതുകൊണ്ടും, ചിത്രകാരി നിൻ്റെ ഒരാട്ടിൻകുട്ടി എന്ന ഒരു കവിത. വേറെ വഴിയില്ലാത്തതുകൊണ്ടും അത്രയ്ക്ക് അത്യാവശ്യമായതിനാലും ചിത്രകാരി നീ പച്ചപ്ലാവിലയും തവിട് കലക്കിയ കാടിയും കൊടുത്തു കൊഴുപ്പിച്ച 8 ആട്ടിൻകുട്ടികളിൽ ഒന്നിനെ ഞാൻ എടുക്കുന്നു, കൊണ്ടുപോകുന്നു. അങ്ങാടിച്ചന്തയിൽ ഞാനതിനെ വിൽക്കും. ഒട്ടും നേരം കളയാതെ കാര്യം നടത്തും. നീ പച്ചയിലും തവിട്ടിലും ചാലിച്ച് ഓമനിച്ച് കൊഞ്ചിച്ച് കൊഴുപ്പിച്ച ആ ആട്ടിൻകുട്ടിയെ അറവുകാർക്ക് മാത്രം കൈമാറില്ല എന്ന ഉറപ്പിൽ ചിത്രകാരി നീ സങ്കടപ്പെടരുത്. നിന്റെ ക്യാൻവാസിലെ കടലിൽ സൂര്യൻ താഴുമ്പോൾ, സന്ധ്യയങ്ങനെ കുങ്കുമത്തിൽ കലരുമ്പോൾ, പച്ചപ്പാടത്ത് മേയാൻ പോയ എൻ്റെ തങ്കക്കുടങ്ങളെ എന്ന് നീട്ടിവിളിച്ച് നീ ഓടി വരുന്നത് കേൾക്കാമെനിക്ക്. കൂട്ടത്തിൽ കുറുമ്പനായവൻ്റെ നെറ്റിയിൽ തൊടാൻ കുറുക്കിയ ചായത്തിൽ കണ്ണീര് കലരുന്നത് കാണാമെനിക്ക്. ചിത്രകാരി വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്, അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ്. എനിക്ക് വേണമെങ്കിൽ 10 സെന്റിൽ നീ വരഞ്ഞ ആ 2 നില മാളികയിൽ കയറാമായിരുന്നു. അതിൻ്റെ ഉള്ളിലെ രഹസ്യ അറകളിലെ നീ പോലും കാണാത്ത പണ്ടങ്ങൾ മോഷ്ടിക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ നീ വരഞ്ഞ അതിസുന്ദരിയും മതഭരിതയുമായ മുക്കുത്തിയിട്ട രാജകുമാരിയുടെ അരഞ്ഞാണം അടിച്ചെടുക്കാമായിരുന്നു. ഉമ്മ കൊടുത്തവളെ മയക്കി കിടത്തി അന്തഃപുരം കൊള്ളയടിക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ നീ വരഞ്ഞ കരിനാഗങ്ങൾ കാവൽ നിൽക്കുന്ന കാവിനുള്ളിൽ കയറി ആ മാണിക്യവും എടുത്ത നാട് വിടാമായിരുന്നു. അല്ലെങ്കിൽ നീ വരഞ്ഞ കിളികളെ വെടിവെച്ചു പിടിച്ച് ചുട്ടു വിൽക്കാമായിരുന്നു. നീ വളർത്തിയ മഹാഗണികൾ വെട്ടി വിൽക്കാമായിരുന്നു. നിന്റെ കണ്ണനെ കണ്ണുകുത്തി പൊട്ടിച്ച് പിച്ചക്കിരുത്തി പണക്കാരനാകാമായിരുന്നു. അവൻ്റെ കോപികമാരെ അടിമകളാക്കി ചുവന്ന തെരുവുകൾക്ക് കൈമാറാമായിരുന്നു. ചിത്രകാരി, ഇതൊന്നുമല്ല. നിന്റെ 8 ആട്ടിൻകുട്ടികളിൽ ഒന്നിനെ ഞാൻ എടുക്കുന്നു, നല്ല വിലയ്ക്ക് വിൽക്കുന്നു, നിന്ന നിൽപ്പിൽ കാര്യം നടത്തുന്നു. ഇപ്പോൾ ആൾതാമസമില്ലാത്ത എൻ്റെ തലയിൽ പുതിയ വാടകക്കാർ വന്നാൽ, അവർ തരക്കേടില്ലാത്ത മുൻകൂർ പണം തന്നാൽ, ചിത്രകാരി തീർച്ചയായും എന്തു വില കൊടുത്തും ഞാൻ നിന്റെ ആട്ടിൻകുട്ടിയെ തിരിച്ചു പിടിക്കും, നിന്റെ ചിത്രത്തിൽ കൊണ്ടുവന്ന് കെട്ടും. അപ്പോൾ
അപ്പോൾ നീ അതിനെ മറന്നുപോയെന്ന് പറയരുത്, പച്ചപ്ലാവിലകൾ തീർന്നുപോയെന്ന് പറയരുത്.